പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയാൻ കർത്താവ് ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയത്ത് പ്രിയരെ, നമുക്ക് വേണ്ടി അതിശയമായ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യും. വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുക. 118-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത്? ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. യഹോവയുടെ രക്ഷാകരമായ നന്മയെ അനുഭവിച്ചിട്ട് നന്ദി കരയേറ്റുന്ന ഒരു തിരുവചനമാണ് 118-ാം സങ്കീർത്തനം. അതിൽ 22-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: വീടു പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നിട്ടാണ് അടുത്ത നാം വായിച്ച വേദഭാഗം പറയുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതേ പ്രിയമുള്ളവരെ, ചിലർ തള്ളിക്കളഞ്ഞത്, ചിലർ കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞത്, വലിയ പ്രയോജനം നിന്നെ കൊണ്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞത്, നാടിനും വീടിനും ആർക്കും കൊള്ളുകയില്ല എന്ന് വിലയിരുത്തപ്പെട്ടത്, പ്രിയരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, വീടു പണിയുന്നവർ തള്ളിക്കളഞ്ഞത്, കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ കിട്ടിയാൽ, എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൽ വന്നാൽ അത് മൂലക്കല്ലായി തീരും. അതിന്മേൽ അടിസ്ഥാനങ്ങളെ പണിതെടുക്കുവാനിടയായി തീരും. ഇന്നെൻ്റെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാരംഭ മിനിറ്റുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, താങ്കളെ ആർക്കും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. താങ്കളെ കൊണ്ട് വലിയ ഗുണമില്ലെന്ന് പറഞ്ഞതായിരിക്കാം. താങ്കളെ കൊണ്ട് എന്താ പ്രയോജനമെന്ന് മറ്റു പലരോടും പറഞ്ഞ് പരിഹസിച്ച ആ പരിഹാസം കേട്ടൊരു വ്യക്തിയായിരിക്കാം താങ്കൾ. ദൈവത്തിൻ്റെ വചനം താങ്കളോട് ഇന്ന് ഈ സമയത്ത് ഇടപെടുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലിനെ പോലും മൂലക്കല്ലാക്കാനിട്ട ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ താങ്കളെ ദൈവത്തിന് ഉപയോഗിക്കാൻ, താങ്കളിലൂടെ അസാധാരണകരമായ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതേ, അടുത്ത വേദഭാഗമാണ് നമ്മുടെ കുറിവാക്യം. ഇങ്ങനെയാണ് വായിച്ചത്: ഇത് യഹോവയാൽ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം, ഈ വാക്യം വായിക്കുമ്പോൾ ഞാനൊരു സന്ദേശം പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ നാളുകൾ കൊണ്ട് ദൈവസന്നിധിയിൽ കരയുകയും ഉപവസിക്കുകയും ചെയ്തിട്ട് യാതൊരു ഫലവും കാണാതെ, യാതൊരു വ്യത്യാസവും ആ വിഷയത്തിൽ വെളിപ്പെടാതെ, നിരാശ മാത്രം ബാലൻസ് വെച്ച് നിരാശയിൽ തന്നെ ഒതുങ്ങിപ്പോയ ചില വിഷയങ്ങളിൽ പരിശുദ്ധാത്മാവ് മറുപടി തന്നിട്ട് ആ മിസ്റ്റർ നമ്മുടെ ദൃഷ്ടിയിൽ അത് ആശ്ചര്യപ്പെടുന്ന നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ഗോഡ്. വിശുദ്ധ വേദ പുസ്തകം പഠിക്കുമ്പോൾ ഉടനീളം വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളും ഓരോ പുസ്തകങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തതയാണ്. അതിൽ 1-2 വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് വളരെ പരിചിതനായൊരു മനുഷ്യനുണ്ട് അവിടെ. ഏകദേശം 38 വർഷം കൊണ്ട് ഒരേ രോഗത്തിനകത്ത് ആരും സഹായിക്കാനില്ലാതെ, ആരും ഒരു കൈത്താങ്ങൽ കൊടുക്കാനില്ലാതെ വളരെ വേദനപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഏത് പ്രായം മുതൽ അവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ 38 വർഷമായി കിടക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം, 1 വയസ്സുള്ളപ്പോൾ അവിടെ ചെന്നതാണെങ്കിൽ ഏകദേശം 39 വർഷമായി. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ അവിടെ കൊണ്ടുപേക്ഷിച്ചതാണെങ്കിൽ ഏകദേശം 48 വയസ്സായി തനിക്ക്. എത്രയോ ആയിക്കോട്ടെ, പക്ഷെ 38 വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു വലിയ വേദന, അവിടുത്തെ തൻ്റെ പരാതി, തൻ്റെ വേദന, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ ഇതിലാക്കുവാൻ ആരുമില്ല എന്നുള്ളൊരു വേദന. തനിക്കതിനകത്തായാൽ വിടുതൽ ലഭിക്കും, പക്ഷെങ്കിൽ തനിക്കതിനകത്താകാൻ കഴിയുന്നില്ല. പലരും വിടുതൽ പ്രാപിച്ച് കടന്നുപോയി,
പലരുടെയും സൗഖ്യങ്ങൾ താൻ കണ്ടു, പലരും വിടുതൽ പ്രാപിക്കുന്നത് കണ്ടു. എന്നാൽ തനിക്ക് മാത്രം ഒരു വിടുതലില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ അനേകര് വിടുതൽ പ്രാപിക്കുന്നത് കാണുന്നുണ്ട്, അനേകര് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച സാക്ഷി കേൾക്കുന്നുണ്ട്. എന്നാൽ താങ്കളുടെ ജീവിതത്തിൽ മാത്രം എന്തേ മറുപടിയില്ലാത്തത്, എന്തേ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാത്തതെന്നൊരു ചോദ്യമില്ലേ? ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് ഇടപെടുന്നു. എത്ര കാലം പഴക്കമായ വിഷയമാണെങ്കിലും, എത്ര കാലം പഴകിയതാണെങ്കിലും, ദൈവത്തിന്റെ സ്തോത്രം, താങ്കളുടെ വിഷയത്തിൽ ഇനി ആരും ഇടപെടത്തില്ല എന്ന് വിധി എഴുതി തള്ളിയതാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആ വിഷയത്തെ കൈയേൽക്കുവാൻ, ആ വിഷയത്തെ പരിഹരിക്കുവാൻ കർത്താവിന് സാധിക്കൂ. പ്രൈസ് ഗോഡ്. ഈ മനുഷ്യൻ പറയുന്നു, എനിക്ക് എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. യേശുവിന്റെ മറുപടി, അതേ, നിനക്ക് കുളത്തിലാക്കാൻ ആരുമില്ല, നിന്റെ കിടക്കയെടുത്ത് നീ നടന്നോളുക എന്ന് പറഞ്ഞു. ഒരു കാരണവശാലും ആ വ്യക്തിക്കും അവിടെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിക്കും പരിചയമില്ലാത്തൊരു വിഷയമാണ് അവിടെ സംഭവിക്കുന്നത്. എന്താ? കുളത്തിൽ ഇറങ്ങി രക്ഷപ്പെട്ടത് മാത്രമേ അവിടെ ഉള്ളവർ അനുഭവിച്ചിട്ടുള്ളൂ. അവിടുത്തെ സാക്ഷ്യം അതാണ്. എന്താ? ആ കുളത്തിൽ ഇറങ്ങിയവർ സൗഖ്യം, ആദ്യം ഇറങ്ങുന്നവർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യത്യസ്തമായ നിലയിലുള്ളൊരു വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാധാന്യം ചെയ്യുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ വളരെ വ്യക്തതയോടെ കൈമാറുന്നു. മറ്റു പലരും അനുഭവിച്ചിട്ടില്ലാത്ത നിലയിൽ, മറ്റു പലർക്കും കൊടുത്തിട്ടുള്ളതുപോലെ അല്ലാത്തൊരു വ്യത്യസ്ത നിലയിൽ താങ്കളുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇടപെടുവാനിടയായിത്തീരും. അതിശയിപ്പിക്കുന്ന നിലയിൽ, ആശ്ചര്യം വെളിപ്പെടുത്തുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, എനിക്ക് തീരെ പരിചയമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ കുളത്തിൽ ചാടുക, രക്ഷപ്പെടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സാക്ഷ്യം, അവിടുത്തെ പറഞ്ഞ അല്ലെങ്കിൽ അവിടെ കാണുന്നതൊരു കാര്യം. എന്നാൽ ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ദൈവം വ്യത്യസ്ത നിലകളിലാണ് ഒരു വിടുതൽ പകരാൻ ആഗ്രഹിക്കുന്നത്. അതെ എൻ്റെ സഹോദര, സഹോദരി, താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നത്, ആ അടുത്തുള്ള വ്യക്തിക്കും കൂട്ടുകാർക്കും മറ്റു പലരും സാക്ഷ്യം പറഞ്ഞവർക്ക് ലഭിച്ച വിടുതൽ പോലെയല്ല ഒരു വ്യത്യസ്ത നിലയിലുള്ള, മറ്റു പലർക്കും ആശ്ചര്യപ്പെടുന്ന നിലയിലുള്ള ഒരു വിടുതൽ താങ്കളുടെ ലൈഫിൽ പരിശുദ്ധാത്മ ചെയ്യും. എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഇവിടെ വചനം പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം 4 ആൾ ചുമന്നുകൊണ്ടൊരു മനുഷ്യനെ യേശുവിന്റെ അരികിലേക്ക് വരുന്നു. വീട്ടിൽ വാതിൽക്കൽ പോലും വരുവാൻ ഇടമില്ലാതിരിക്കുമ്പോൾ വീടിന്റെ മേൽപ്പുര പൊളിച്ച് യേശുവിന്റെ അരികിലേക്ക് വിഷയത്തെ ഇറക്കി വെക്കുന്നു. യേശു ആ മനുഷ്യനോട് പറയുന്നു, നിനക്കിടക്ക് എടുത്ത് നടക്കാം. ഒട്ടും പരിചയമില്ലാത്ത വീട്, പക്ഷപാതക്കാരനായ മനുഷ്യൻ കിടക്കയെടുത്ത് നടന്നു. അവിടെ വായിക്കുന്നത് എല്ലാവർക്കും വിസ്മയിപ്പിക്കുന്ന നിലയിലുള്ളൊരു ദൈവപ്രവൃത്തി. ഇന്ന് ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദം കൈമാറുന്നു. തലമുറയുടെ വിഷയത്തിലാകട്ടെ, താങ്കളുടെ വിഷയത്തിലാകട്ടെ, കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിലാകട്ടെ, ജോലി സാഹചര്യത്തിലാകട്ടെ, സാമ്പത്തിക വിഷയത്തിലാകട്ടെ, ആ സ്തോത്രം മറ്റു പലർക്കും ലഭിക്കാത്ത നിലയിലുള്ള ആ സ്തോത്രം വ്യത്യസ്തമായ നിലയിൽ, അതിശയിപ്പിക്കുന്ന നിലയിൽ ഒരു വലിയ വിടുതൽ താങ്കൾക്ക് വേണ്ടി വെളിപ്പെടും. ഹല്ലേലൂയ. അതാണ് ഇവിടെ വചനം പറയുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു. പ്രാർത്ഥനാ റൂമിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ഒരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്, ഇത് യഹോവയാൽ സംഭവിച്ചു, ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുന്ന നിലയിൽ ആരൊക്കെയോ താങ്കളെ നോക്കി പറഞ്ഞു, നീ രക്ഷപ്പെടത്തില്ല, ഈ വിഷയം കൊണ്ട് നീ അവസാനിച്ചു പോകും, ഈ വിഷയം വന്ന് നിന്റെ തകർച്ചയാണ്, ഈ വിഷയത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, നീ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ് അതേ വിഷയത്തിനകത്ത് ആശ്ചര്യപ്പെടുന്ന നിലയിൽ ആ മിശ്രത്തിൽ യഹോവയാൽ സംഭവിച്ചു എന്ന് പറയത്തക്ക നിലയിൽ, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുന്ന നിലയിൽ ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി ദൈവം എടുത്തും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസം കൈവിടാതെ, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും,
ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ കൈവിടാത്തൊരു നാഥനുണ്ട്. എനിക്ക് കരം തരുന്നൊരു നാഥനുണ്ട്. എനിക്ക് വേണ്ടി ഇറങ്ങി എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എനിക്ക് വിടുതൽ തരുന്ന, ആ വ്യത്യസ്ത നിലകളിലുള്ള ഒരു വിടുതൽ എനിക്ക് വേണ്ടി പകരുന്ന ദൈവമുണ്ടെന്ന് വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.